ബോബി ചെമ്മണ്ണൂര് കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുമ്പം രണ്ടുപേര് അദ്ദേഹത്തെ വന്ന് സന്ദർശിച്ചു. അത് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതിയിട്ടില്ല. അവിടെ അല്പം പണം കൊടുത്തതായിട്ട് വന്നിട്ടുണ്ട്. അതും അവിടെ രജിസ്റ്ററിൽ എഴുതിയിട്ടില്ല. ഗേറ്റിന്റെ അവിടെയും അവിടുത്തെ രജിസ്റ്ററിലും എഴുതിയിട്ടില്ല. അനധികൃതമായി രണ്ടുപേര് അവിടെ വന്നുപോയി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മധ്യമേഖലാ ജയിൽ DIG അജയകുമാറിന്റെ പേരിലും ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാമിന്റെ പേരിലാണ് ആരോപണം. ഇത് പത്രവാർത്തയായി, ഇന്റലിജൻസ് റിപ്പോർട്ടായി. അനധികൃതമായി രണ്ടുപേര് അവിടെ എന്തിനു വന്നു, ആരാണിവര്, എങ്ങനെയാണ് അവർക്ക് അവിടെ പ്രവേശിക്കാൻ അവസരം ലഭിച്ചത്, ഏതായാലും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് DIG AK വിനോദ് കുമാറാണ് അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അവിടുത്തെ ജയിൽ മധ്യമേഖല DIG അജയകുമാറും അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ ജയിൽ സൂപ്രണ്ടും അനധികൃതമായി 2 ഗസ്റ്റുമായിട്ട് ആ സബ് ജയിലിൽ എത്തിയതായിട്ട് കണ്ടെത്തി. അവർ രണ്ടുപേരും അവിടുത്തെ CCTV ദൃശ്യത്തിൽ കാണാനില്ല. അത് ജയിൽ സൂപ്രണ്ട് പറഞ്ഞ അവിടെ അത് CCTV ആ ജയിലിലെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവർ വരുന്നതുകൊണ്ട് മനഃപൂർവ്വം വർക്ക് ചെയ്യാതെ ആക്കിയതാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. ജയിൽ നടപടി അനുസരിച്ച് അവിടുത്തെ ഗേറ്റിന്റെ അവിടെ ഒരു എൻട്രി ഉണ്ടാവും. അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിലിലെ രജിസ്റ്ററിൽ ആരാണ്, എന്താണ്, എന്തിനാണ് വന്നത്, എന്തെങ്കിലും കൈമാറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ റെക്കോർഡ് ചെയ്യും. ഷർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പണം കൊടുക്കാം അത്യാവശ്യത്തിന്. അങ്ങനെയുള്ള കാര്യത്തിന് ജയിൽ അത് സബ് ജയിലിലും സെൻട്രൽ ജയിലിലും ഈ സിസ്റ്റം ഉണ്ട്. എന്നാൽ ഇവിടെ രണ്ടുപേര് വന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായി. അതാരാണെന്ന് അറിഞ്ഞുകൂടാ. രജിസ്റ്റർ നോക്കിയിട്ട് അതിനകത്തില്ല. വലിയ വാർത്തയായി. അന്വേഷണം നടത്തി. സബ് ജയിലിലെ എല്ലാ ജീവനക്കാരും സൂപ്രണ്ട് വന്നു പോയി എന്ന് അവർ മൊഴി കൊടുത്തു. സൂപ്രണ്ട് വന്ന ഒപ്പം അവിടുത്തെ ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹവും ഉണ്ട്. എന്നാൽ ജയിലിലെ എല്ലാ ജീവനക്കാരും ഒരുപോലെ മൊഴി കൊടുത്തെന്നാണ് മനസ്സിലാകുന്നത്. അവരോടൊപ്പം 2 പേരുണ്ടായിരുന്നു. ആരാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഒരാൾ അവിടുത്തെ തൃശ്ശൂർ ജില്ലയിലെ പവർ ബ്രോക്കർ ആണ് എന്നും പറയുന്നു. എന്തായാലും ജയിൽ സൂപ്രണ്ട് അയാളുടെ DIGക്കെതിരായിട്ട് മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. മേലുദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് മൊഴി കൊടുക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡ് രാജു എബ്രാഹം സ്വീകരിച്ചു. ആരാണ് വന്നുപോയത് എന്നുള്ള വ്യക്തത അയാൾ കൊടുത്തില്ല. ഏതായാലും മധ്യമേഖല ജയിൽ DIG അജയകുമാറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹവും അവിടെ വന്നത് എങ്ങനെയെന്ന് കാണാനായിട്ട് അവിടുത്തെ CCTV വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമീപത്തെ വനിതാ ജയിലിലെ CCTV ദൃശ്യം അത് നോക്കിയപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലെ DIG അതുപോലെ ജയിൽ സൂപ്രണ്ടും വന്നിറങ്ങുന്നത് കണ്ടു. അതേ കാറിൽ തിരിച്ചു പോകുന്നതും കണ്ടു. അത് വളരെ വൈറ്റൽ എവിഡൻസ് ആണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കൈവശം പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് പണം കൈമാറി. ആ കൈമാറിയ പണം രജിസ്റ്ററിൽ എഴുതണമെന്നുണ്ടായിരുന്നു. അത് രജിസ്റ്ററിൽ എഴുതിയിട്ടില്ല. 200 രൂപ എന്തോ അവിടെ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും 2 പേർക്കും എതിരായിട്ട് ഒരു റിപ്പോർട്ട് ജയിൽ DGPക്ക് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആ റിപ്പോർട്ട് തന്നെ ആഭ്യന്തര വകുപ്പിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ജയിൽ സൂപ്രണ്ട് മധ്യമേഖല DIG 4-5 മാസം കൂടെ സർവീസ് ഉള്ളൂ. അദ്ദേഹം അതുകൊണ്ട് ലീവിൽ പോകാൻ ശ്രമിക്കുന്നു എന്ന് കേൾക്കാം. 2 പേർക്കും എതിരായിട്ട് അതിശക്തമായ നടപടി വേണം. ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും എന്നാണ് മനസ്സിലാകുന്നത്. 2 പേരെയും പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ജയിലിലെ DGPയുടെ സ്ഥാനത്ത് സംസ്ഥാന പോലീസിലെ ഒരു DGP തന്നെയാണ് ജയിൽ DGP ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ
3 സോണിലായിട്ട് ഡി ഐ ജിമാരുണ്ട്, 3 ഡി ഐ ജിമാർ. അത് ജയിൽ സൂപ്രണ്ട്, ജയിലിൽ തന്നെ ജീവനക്കാർ പ്രൊമോട്ട് ചെയ്ത് വരുന്നവർക്കാണ് ആ 3 പോസ്റ്റും കൊടുക്കുന്നത്. അവരാണ് ഓരോ മേഖലയിലും, മധ്യമേഖലയിലും, ദക്ഷിണ മേഖലയിലും, വടക്കേ മേഖലയിലും എല്ലാ കാര്യങ്ങളും ജയിലിലും സബ് ജയിലിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഡി ഐ ജിമാരാണ്. ജയിലിലെ ജീവനക്കാരുടെയും അതുപോലെ തടവുകാരുടെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഡി ഐ ജിക്കാണ്. അദ്ദേഹം വന്ന് അവിടെ രജിസ്റ്ററിൽ പേര് എഴുതണ്ട എന്ന് പറഞ്ഞാൽ എഴുതൂല. CCTV ഇപ്പം വർക്ക് ചെയ്യേണ്ട ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ CCTV വർക്ക് ചെയ്യില്ല, ഓഫ് ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ ഒരു കള്ളം പറഞ്ഞത് ജയിലിലെ ആ CCTV വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മൊഴി കൊടുത്തത് ഡി ഐ ജി ജയിൽ സൂപ്രണ്ടും. പക്ഷേ അത് പിന്നീട് പരിശോധിച്ചപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിരുന്നു ഇവർ വരുന്ന പ്രമാണിച്ച്. ഏതായാലും സത്യം അതിൻ്റെ തൊട്ടടുത്തുള്ള വനിതാ സെല്ലിലെ CCTV ദൃശ്യത്തിലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാറിലാണ് ഇവർ വന്നിറങ്ങുന്നത്. ആ കാറിൽ തന്നെ മടങ്ങിപ്പോകുന്നതും കണ്ടു. ഏതായാലും ഇത്രയും വിവാദമായ ഒരു കേസിലെ പ്രതി, രണ്ടാമത് ആ കേസിനകത്ത് പ്രതിയെ കാണാൻ വരുന്നവരാരായാലും നോട്ടപ്പുള്ളികളാവും, ശത്രുവാകാം, ചിലപ്പോൾ മിത്രമാകാം. അതിൽ റിസ്കി ആയ കാര്യമാണ്. ഏതായാലും ചെമ്മണ്ണൂരിനെ പരിചയമുള്ള 2 തൃശ്ശൂർക്കാരാണ് വന്നതെന്ന് പറയുന്നു. കൂടുതൽ വിവരം എന്തിനു വന്നു, 5 ദിവസം 6 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നുള്ളൂ. എന്തിനും ബിസിനസ് സംബന്ധമായ കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. എന്തിനാണ് രഹസ്യമായിട്ട് വരുന്നത്? അത് പരസ്യമായിക്കൂടെ? കാരണം അങ്ങനെ ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാമല്ലോ, അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനം കൊണ്ട് കൊടുക്കാമല്ലോ. പിന്നെ എന്തിനാ അത് ഒളിച്ചു വെക്കേണ്ട ഒരു ആവശ്യം? അപ്പോൾ അത് വിസിറ്റേഴ്സ് അനുവദിച്ചാൽ അത് ആരൊക്കെയാണ് വന്നതെന്ന് വെളിച്ചത്താവുന്ന കൊണ്ടാണ് ഡി ഐ ജിയെ സ്വാധീനിച്ചിട്ട് ഈ 2 ഗസ്റ്റുകളും ബോബി ചെമ്മണ്ണൂരിൻ്റെ തൃശ്ശൂരിലെ നാട്ടുകാരായ 2 ഗസ്റ്റുകൾ വന്ന് മടങ്ങിപ്പോയതായിട്ടാണ്. എന്തായാലും വിവാദപരമായ ഒരു സംഭവമായിരുന്നിത്. അതിന് റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ടിനും അതുപോലെ തന്നെ ജയിൽ ഡി ഐ ജിക്കും എതിരായി ഗവൺമെൻറ്റിലും ജയിൽ DGP-യിലേക്കും പോയിട്ടുണ്ട്. സത്വര നടപടികൾ ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള ആൾക്കാർ കോൺട്രവേഴ്സ്യലായ ഒരു കേസ്, രണ്ടാമത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് പണക്കാരനാണ്. അവിടെ ഒരു ഡി ഐ ജിയും അദ്ദേഹത്തിൻ്റെ കാറിലോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കറപ്ഷൻ ചാർജ് ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് എൻക്വയറിയുടെ ഉണ്ടാവും. ഏതായാലും ഡി ഐ ജി റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങളും നേരത്തെ ധൈര്യമായിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ടാണ് ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നിയത്. അങ്ങനെയല്ല ഗവൺമെൻറ് നടപടികൾ, അത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇതുപോലെ കോൺട്രവേഴ്സ്യലായ ഒരു കേസാണ്. അതിലെ പ്രതിയാണ് അവിടെ കിടക്കുന്നത്, പണക്കാരനാണ്. അയാളുടെ കാറിൽ തന്നെ ഇവർ വന്നു. സാമ്പത്തികമായ നേട്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോപ്രായം കാണിച്ചത്? അതുകൊണ്ട് അതിശക്തമായ നടപടി ഇവർ 2 പേർക്കും ഉണ്ടാവും. 2 പേരെയും സസ്പെൻഡ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്.